എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. കേക്കൊക്കെ എത്ര ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടെയാണ് ഞാനിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മളതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കണം. നമ്മൾ അല്ലാത്തത് ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ആ ഒരു പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് ചേർക്കാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ റൂം ടെമ്പറേച്ചർ ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു ബൗൾ എടുത്ത് വെക്കുക, ഒരു അരിപ്പയും കൂടി എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1 kgൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3 തവണ എന്തായാലും കേക്ക് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്തത് അരക്കപ്പാണ്, പിന്നെ രണ്ടാമത് 1/4 കപ്പും കൂടെ ചേർത്തിട്ട് 1/4 കപ്പ് മൈദ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. എഗ് വൈറ്റ് തന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേക്ക് നല്ല ഫ്ലഫി ആയി വരികയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 4 എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിന് നമ്മൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം, നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ 1 കപ്പ് ഷുഗർ പൗഡറാണിത്. അതായത് 1/4 കപ്പ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗർ പൗഡർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളർ കുറച്ചൊന്നായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ആ ഒരു ഷുഗർ പൗഡർ ഇതേപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, ഒറ്റയടിക്ക് ഒന്നിച്ചിട്ട് കൊടുക്കരുത്. പിന്നെ നല്ലപോലെ ഇങ്ങനെ ബീറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു കപ്പ് ഷുഗർ പൗഡറും ആ ഒരു 4 എഗ് വൈറ്റും കൂടെ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ബാക്കി 3 എണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാനിപ്പോൾ 4 എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റ തവണ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ഓയിൽ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും നമുക്ക് ചേർക്കരുത് കേട്ടോ. നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റിലിട്ടിട്ട് ഒരൊറ്റ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതുപോലെ ഒരു സ്പാച്ചുല എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മിക്സ് ആവാത്തതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ആയി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇനി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് 3 തവണ. അപ്പോൾ നമ്മൾ ആ ഒരു മൈദയും ബേക്കിംഗ് പൗഡറും അതേപോലെ കൊക്കോ പൗഡറും കൂടെ കൂടിയിട്ടുള്ളതാണ്. അത് നമുക്കിതുപോലെ അരിച്ച് തന്നെ നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട. അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒറ്റയടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ എഗ്ഗ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നാൽ ഒക്കെ കൂടെ അങ്ങോട്ട് താന്നു പോകും കേട്ടോ. അപ്പോൾ കേക്ക് ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പതുക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ നല്ലപോലെ തണുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലിന് പകരമാണ് നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റ് ആവുന്ന സമയത്ത് വേണം നമ്മൾ ഇതുപോലെ ആ ഒരു മിൽക്കും കോഫി പൗഡറും കൂടെ ഉള്ള ആ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2-3 തവണയായിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കാതെ പതുക്കെ വേണോട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടത്, അല്ലെങ്കിൽ ഒരുപാട് ലാഗായി പോകും, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒരു 2-3 തവണയായിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ആക്കി കൊടുക്കാം. അപ്പം 8 ഇഞ്ചിൻ്റെതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഹൈറ്റ് കുറയും. 7 ഇഞ്ചിനാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മളിതുപോലെ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഇതിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ കളയത്തക്ക വിധത്തിൽ നല്ല പോലെ ഇതൊന്ന് തട്ടി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി നല്ല പോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ആണ് കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 45 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ പൊന്തി നല്ല പോലെ ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, റെഡി ആയി തന്നെ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഹൈറ്റ് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4ആയിട്ടൊക്കെ കട്ട് ചെയ്യാതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഞാനിവിടെ 3ആയിട്ട് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് തണുത്ത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ആദ്യം 3ആയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 4ആയിട്ടാണെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് തന്നെ നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ 3ആയിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ ചെയ്ത് വെച്ചത് നമുക്കിത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബൗളും അതേപോലെ തന്നെ ആ ഒരു ബ്ലേഡും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തതാണ്. കുറച്ച് നേരം ഒന്ന് തണുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനും വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് വരാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ വേണ്ടി വരും. ഞാനിപ്പോൾ വേറെ ഈ ഒരു ക്രീം വെച്ചിട്ട് ഡിസൈനൊന്നും ചെയ്യുന്നില്ല. ആ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് വരെ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 1.25 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പോളം ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നല്ല പോലെ ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മൾ എന്താ പറയുക ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കുറേ ബബിൾസൊക്കെ അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് കുറച്ചെടുത്തിട്ട് ഒന്ന് പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കേക്ക് ഇതുപോലെ ഒന്ന് കേക്ക് ബോർഡിലല്ല കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരു എന്താ പറയുക ഒരു കണ്ടെയ്നറിൻ്റെ ഒരു അടപ്പാണിത്. അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ബോർഡിൽ ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ കേക്ക് അവിടെ ഉറച്ചവിടെ ഇരിക്കുകയും ചെയ്തോളും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഷുഗറും അതേപോലെ തന്നെ വെള്ളവും പിന്നെ കുറച്ച് ചെറിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ആ ഒരു ചെറിയും കൂടെ 2-3 ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ആ ഒരു ചെറിയാണ് ആ ഒരു വെള്ളത്തിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു വിപ്പിംഗ് ക്രീം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ടും കംപ്ലീറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോഴാണ് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി വരുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവലായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പാലറ്റ് നൈഫ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ബോർഡർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവാതെ കൂടി ഇരിക്കാനാണ്. ഇനി കുറച്ച് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്ത് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടോ ഏതെങ്കിലും എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ കുറച്ച് കയ്പ്പ് വരുന്നതിനെ കൊണ്ട് തന്നെ മക്കൾക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ചെറി കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ആ ഒരു മിൽക്ക് കോമ്പൗണ്ട് തന്നെയാണ്, അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത്
ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത് അതൊന്ന് നമുക്ക് ഒരു ബോർഡറും കൂടെ ഒക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ഫില്ലിങ്സ് കൊടുത്ത പോലെ തന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫില്ലിങ്സും അതേപോലെ തന്നെ ആ ഒരു ചെറീൻ്റെ ഫില്ലിങ്സും പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എല്ലാം കൂടെ ഇട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി അതേപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് ലെയറും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്രീം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിതിനൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ക്രംസൊക്കെ ഒന്ന് താഴാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് മാത്രം ക്രീം മതി. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ക്രം കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കാം. ആ ഒരു ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവല്ലോ ATM കാർഡോ അല്ലെങ്കിൽ പഴയ കാർഡ്സുകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ഇതേപോലെ ഒന്ന് ചെയ്ത് ഇവിടെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ക്രീമും ഇതേപോലെ തന്നെ ആ ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു ക്രീം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടതിന് ശേഷം നമുക്കൊരു കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ സ്ക്രാപ്പർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഫൈനൽ കോട്ടിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ മോൾഡൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മുടെ കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഷേപ്പ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഷേപ്പിലുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. വേറെ ആരുടെ അല്ല കേട്ടോ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 10th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ചെറിയൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് ആണ് കേട്ടോ, ആ ഒരു മോൾഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ ഇതുപോലെ ആ ഒരു സൈഡിൽ കൂടിയും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ചെറിയൊരു കേക്കിൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഒരു കേക്കിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.